നമ്മുടെ ചാനലേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു വീഡിയോ. അതായത് നമ്മൾ സാധാരണ സംസാരിക്കാനുള്ളതൊക്കെ റിവ്യൂകളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ യാത്രക്കിടയിലുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ഡെലിവറിനെ കുറിച്ചാണ്. ഡെലിവറി എന്ന് പറയുന്ന സമയത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡെലിവറിയാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആരുടെ ഡെലിവറിയാണ്, എന്താണ് ഡെലിവറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ സംസാരിക്കാം. തമ്മിൽ കണ്ട ആളുകൾക്ക് ചിലപ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളുള്ളത് കൊച്ചി മാരിറ്റിലാണ്. ഇവിടെ നിന്ന് നമ്മൾ ഫ്രഷപ്പായി ഇനി നമ്മൾ ഡെലിവറി സ്ഥലത്തേക്ക് പോവുകയാണ്. അതിന് മുന്നേ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ള സീന്, ഡെലിവറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മളുടെ കൂടെ കുറച്ച് ആൾക്കാർ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റി ഫ്രഷ് ആയിട്ട് ഇറങ്ങാമല്ലേ. അപ്പോൾ നമ്മളുടെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. എന്ത് വിശേഷം? എന്ത് കഥ? കാസർഗോഡിൽ എങ്ങനെ പറയട്ടെ? അപ്പോൾ ഞങ്ങളെത്തി. അതെ, ഇതാണ് നമ്മുടെ കാർ സെല്ലേഴ്സിന്റെ ടീം. നമ്മളെ ജല്ലുബായി, ശരിക്കും പേര് എനിക്കറിയാം, ജലാല്, മറന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ റഹ്മാനിക്ക, അതുപോലെ ഫിനാസ് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ്, ആദ്യമായിട്ടല്ല. പക്ഷേ മെയിൻ ആൾക്കാരുണ്ടല്ലോ ഇനിയും. അതെ, ബിഹൈൻഡ് ദ സീൻസിലൊക്കെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ടീഷർട്ടിലാണ് ഉള്ളത്. അപ്പം ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോക്കിയാൽ ഇത് പഗാനി ഡിസൈൻസ് എന്ന് പറയുന്ന കമ്പനീൻ്റെ ഒരു വാച്ചാണ്. ഈ വാച്ച് ശരിക്കും നമ്മളെ ഷാസ് ബ്രോൻ്റെ ബ്രദർ ഉണ്ട്, സഫാൻ ബ്രോ, ദുബായിൽ നിന്ന് ഞാൻ ദുബായിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം നമ്മളെ വാച്ച് ഇഷ്ടം കണ്ടിട്ട് പുള്ളി കൊടുത്തയച്ചാണ്. അതേപോലെ തന്നെ മുമൈസ് എന്ന് പറഞ്ഞിട്ട് പെർഫ്യൂം ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ. ഇത് നമുക്കൊരു കമ്പനി, വേൾഡ് ഓഫ് പെർഫ്യൂം എന്ന് പറയുന്ന കമ്പനി ഗിഫ്റ്റ് തന്നാണ്. അത് നമ്മൾ യാദൃശ്ചികമായിട്ട്, ഇത് ഒരുപാട് സെലിബ്രിറ്റികൾ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ തലയിലെടുത്ത സാധനം. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ആളും കൂടി വരാനുണ്ട് ഈ പരിപാടിയുടെ മെയിൻ. പുള്ളി വന്നതിന് ശേഷം നമുക്ക് ഇറങ്ങാം എന്നുള്ള പ്ലാനാണ്. അപ്പോൾ പുള്ളിനെ വേണ്ടി വെയിറ്റ് ചെയ്യാം. മുടിയൊക്കെ വെട്ടിയിട്ട് അപ്പം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ഷെസമാൻ, നമ്മളെ ദ കാർ സെല്ലർ. ഇവരാണെന്ന് ശരിക്കും ഈ പരിപാടിയുടെ മാസ്റ്റർ മൈൻഡ്. ഇന്നത്തെ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, ഇതിന് പൈസ വരെ കൊടുക്കുന്നത് പുള്ളിയാണ്. പോവല്ലേ? ഒന്ന് വേണ്ട കേട്ടെ. അപ്പോൾ ഈ പരിപാടിയുടെ ഹോസ്റ്റ് ആയിരിക്കും. ഞാൻ വാടക കൊണ്ടുവന്ന വാടക പൈസ നമ്മൾ സാലറി പരിപാടിയാണ്. പേയ്മെന്റ് ആയിരുന്നു കേട്ടോ അവസാനം പോകുമ്പോൾ, പറ്റിക്കില്ല. ഓക്കെ, ഇതിന്റെ ഓണർ ആരാണ് എന്താണെന്നൊന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ, വഴി എങ്ങനെ കാണട്ടെ, ഓരോ കാഴ്ചകളായിട്ട് കാണട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ മാരിറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ പോകുന്നത് ഫസ്റ്റ് കുറച്ച് പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡെലിവറി. അപ്പോൾ ആദ്യത്തെ പരിപാടി ആദ്യം കാണാം അല്ലേ? ആദ്യത്തെ പരിപാടി ആദ്യം കണ്ടതിന് ശേഷം രണ്ടാമത് കാണാം. KGF. അപ്പോൾ ഇതിലാണ് നമ്മൾ പോണത് കേട്ടോ. ഇത് ശരിക്കും ഷാസിൻ്റെ എൻഡവർ ഇന്ത്യയിൽ തിരിച്ചു വരുന്നു, ബ്രദറിൻ്റെ. ഓക്കെ, ഇത് ഇന്ത്യയിൽ തിരിച്ചു വരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻഡവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വേറെ പല ആൾക്കും പണി കിട്ടും. കുറെ ആൾക്കാർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെ, ഫോർച്യൂണർ കിട്ടും. പക്ഷെ എന്തായാലും നല്ല വണ്ടിയാണ്. ഇത് 3 ലിറ്റർ അല്ലേ? 2016 മോഡൽ. യെസ്, ഇതിലാണ് നമ്മൾ പോണേ. വാ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ റഹ്മാനിച്ചാണ് കേട്ടോ ഡ്രൈവ് ചെയ്യണത്. ഭയങ്കര ഡ്രൈവറാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ കൊച്ചി ട്രാഫിക്കിലേക്കാണ് പോണത്. ഇതിൽ വേറൊരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെട്രോൻ്റെ താഴ്ഭാഗത്ത് U-ടേൺ മെട്രോ പാലത്തിൻ്റെ അടിയിലൂടെയാണ്. അപ്പോൾ ഇതിലൂടെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരെ പോകണമെങ്കിൽ ലെഫ്റ്റ് കീപ്പ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ബുദ്ധി. സംഭവം ട്രാഫിക് കുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാലൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് കാരണമാണ് ഇവിടെ ഏറ്റവും വലിയ ട്രാഫിക് എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നലുള്ളത്. ഫാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ലെഫ്റ്റ്, ഇവിടെ ഫാസ്റ്റ് ലൈൻ ലെഫ്റ്റ് ആണ്. അതാണ് ഇവിടുത്തെ സീന്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കൊച്ചി ഓൾവേസ് കൊച്ചിയാണല്ലോ. അപ്പോൾ നമുക്കിനി ചാലക്കുടി എത്തണം. അതാണ് നമ്മുടെ ടാസ്ക്. 1 മണിക്കൂർ സമയം കൊണ്ട് ചാലക്കുടി എത്തിക്കുക എന്നുള്ളതാണ് റഹ്മാനിച്ചൻ്റെ ടാസ്ക്. അപ്പോൾ നമ്മൾ ആദ്യ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, ചാലക്കുടി. ഇവിടെ നമ്മളിതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചായിരുന്നു നമ്മൾ ആദ്യമായിട്ടൊരു ഫ്ലൈറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായത്. ആ വീഡിയോ കാണാത്ത ആൾക്കാർ ഇപ്പോൾ കാണാം, കണ്ട ആൾക്കാർക്ക് ബാക്കിലുള്ള 24D, അതായത് ലിയർ ജെറ്റ് 24D എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. നമ്മളെ ഇതിനൊരു പൊന്തൂവൽ എന്നൊക്കെ പറയില്ല, ആ ടൈപ്പ് സാധനമായിരുന്നു. പിന്നെ ഇവിടെ നമുക്കൊരു സെസ്ന ഉണ്ട്. സെസ്ന നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. ആക്ച്വലി സെസ്ന എല്ലാവർക്കും അറിയാം. ഒരു പൈലറ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ ഫസ്റ്റ് ഫ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്രൈവിംഗ് പഠിക്കാന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് വീഡിയോ, അതുപോലെ തന്നെ ഫോട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കും. അവിടെ ഷാസ് ബ്രോ കുറേ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, അതുണ്ട്, ഇതുകൊണ്ടൊക്കെ ഉണ്ട്.
അതിനിടയിൽ നമ്മളും വീഡിയോ എടുക്കുന്നുണ്ട്. ഇരേഷ എൻ്റെ മെയിൻ ആൾ ഇപ്പോഴും എത്തിയിട്ടില്ല. മെയിൻ ആൾ ഓൺ ദ വേ ആണ്. ഇല്ല ഷാസ്, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ബോസ് ഈസ് ഓൺ ദ വേ. കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? വേറെ ബോസ് ആളാട്ടോ. അതായത് ഇപ്പം ഇനിയും നമ്മൾ ഇവിടുന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ നടക്കുന്ന കുറച്ച് ആക്ടിവിറ്റികൾ കാണാം. ഫണ്ണായിട്ട് എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രധാന ഇവൻറ്റിലേക്ക് പോകാം. അത് വൈകുന്നേരമാണ് ആക്ച്വലി, പക്ഷേ കാണാം. അങ്ങനെ നമ്മളെ കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മൾ സർപ്രൈസ് പൊട്ടിക്കാൻ പോകണം. ആരാണ് ഡെലിവറി എടുക്കുന്നത് എന്നുള്ളതാണ്. യെസ്, ഈ ക്യൂ ആയിട്ട് കണ്ട ആളുകൾക്കറിയാം ഇത് ആരുടെ ആണ്. ഇത് നമ്മൾ ഫീച്ചർ ചെയ്തതാണ്. ഇത് ആക്ച്വലി RS Q8 അല്ല, വെറും Q8 ആണ്. റൈറ്റ്, പക്ഷേ അനസ് റഹ്മാൻ എഡിഷൻ. അപ്പം ആരാണെന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം. പക്ഷേ ഏതാണ് വണ്ടി എന്നുള്ളത് നമ്മളിപ്പോൾ പറയുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പൊ അനസിക്ക ഹായ് പറയൂ ഞങ്ങൾ ഓഡിയൻസ് വേണ്ടിയിട്ട്. അപ്പം അനസിക്ക ആണ് ഇന്ന് ഡെലിവറി എടുക്കുന്നത്. അപ്പം ബേസിക്കലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത കളറിന്റെ ഹിന്റ് ഷർട്ട്, ഷൂ ആണോ പാൻ്റ് ആണോ? ഈ കുപ്പായം എന്തായാലും ഞാൻ കൊണ്ടുപോകും, അത് വേറെ വിഷയം. അപ്പോൾ ഇനി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം. അതിൻ്റെ ഇടയിൽ നമ്മൾ കുമ്മനടിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഡെലിവറി. അപ്പം അനസിക്കാൻ്റെ രണ്ടാമത്തെ വണ്ടി എടുക്കാൻ പോവാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും ഒരു വണ്ടി എടുക്കണം എന്നൊക്കെ. അങ്ങനത്തെ ആൾക്കാരോട് എന്താണ് ഇപ്പം ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? വണ്ടി എടുക്കാനുള്ള ആഗ്രഹമുള്ളവരോട് ഒന്നും പറയാനില്ലല്ലോ. ഞാൻ ഈ മുമ്പേ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ആദ്യം ആഗ്രഹിക്കുക എന്നിട്ട് പൈസ ഉണ്ടാക്കുക എന്നിട്ട് വാങ്ങാം. നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് കുറെ ആഗ്രഹിക്കാൻ ചിലപ്പോൾ നടക്കും. അപ്പോൾ ചിലപ്പം പ്രായമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുക, പൈസ ഉണ്ടാക്കുക, നേടുക. എനിക്ക് തോന്നുന്നു ഒരിക്കൽ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, സ്വപ്നം കാണുക. ആ സ്വപ്നം എന്തായിരിക്കരുത്, നിങ്ങൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കാണുന്നവർക്ക്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ആൾക്ക് വണ്ടി കൊടുക്കാനായിട്ടാണ് വരുന്നത്. ഇനിയിപ്പോ ആളോട് കൂടെ ഒന്നിച്ചാണ് വണ്ടി എടുക്കാൻ. അതാണ് ഡിഫറൻസ്. ഞാനും അതേപോലെ തന്നെ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനസിക്കാൻ്റെ കൂടെ ഒരിക്കൽ അനസിക്കാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ ദുബായിൽ ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളെ ഫാമിലിയിലേക്ക് ഒരു വണ്ടി വരുന്ന ഒരു ഫീലാണ്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ അതിനോട് ഒരു കണ്ടീഷൻ കൂടി പറയാം. സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ കാണുന്നതാവരുത്, നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കാത്ത സാധനങ്ങളായിരിക്കണം എന്നുള്ളതാണ് അല്ലേ? യെസ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളെ ഫോട്ടോഷൂട്ടും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഗംഭീരമായിട്ട് സൂട്ടൊക്കെ ഇട്ട് വെറൈറ്റി സാധനം വരുന്നുണ്ട്. അത് അനസിക്കാൻ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി. ഹാപ്പി അല്ലേ? ഹാപ്പി, വെരി ഹാപ്പി. പിന്നെ ഇത് നമ്മളെ അഫ്തിക് ബ്രോ നമ്മളെ മൂപ്പരാണ് ഇത് മൊത്തം ചെയ്ത് കിട്ടും. മെയിൻ വർക്ക് ഫുൾ ഡയറക്ഷൻ ആൻഡ് ഫുള്ള് സെറ്റപ്പ്. ആക്ടറാണ്, സിനിമ മേഖലയിലൊക്കെ അത്യാവശ്യം സജീവമാണ്. അപ്പോൾ അഫ്തിക് ബ്രോ. അപ്പോൾ ഇനി നമ്മൾ ഡെലിവറി എടുക്കാൻ പോകണം. നമ്മളെ ഹൈലൈറ്റ് പ്രധാന സാധനം. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ നമ്മളുള്ളത് കൊച്ചിയിലെ പോർട്ട് മുസിരീസ് എന്ന് പറയുന്ന ഹോട്ടലാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ ഡെലിവറി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് കുറച്ച് മഴയൊക്കെ പെയ്തായിരുന്നു, പക്ഷേ ഇപ്പം അത്യാവശ്യം ക്ലൈമറ്റൊക്കെ ഓക്കെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അൺവീലിംഗ് ചടങ്ങിലേക്ക് പോവുകയാണ്. വാഹനമൊക്കെ നമ്മൾ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ കാർ സെല്ലേഴ്സ് ടീം, അതായത് നമ്മുടെ മോട്ടോമാറ്റ്സ് ഷസ്മാൻ്റെ ടീം ഗംഭീര ഡെലിവറി സെറ്റപ്പുകളാണ് ഒരുക്കാറുള്ളത്. അതേപോലെ തന്നെയാണ് വണ്ടിയൊക്കെ അവിടെ മൂടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഏറെക്കുറെ നിങ്ങൾക്ക് ചിലപ്പം ഒരു ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ വെയിറ്റ്, നമുക്ക് അതിൻ്റെ ഗ്രാൻഡ് അൺവീലിംഗിലേക്ക് പോവാം. അപ്പം സ്റ്റേ ട്യൂൺഡ്. നമ്മളടുത്ത് ഹോസ്റ്റ് ചെയ്യണേ, ഇടയ്ക്കൊക്കെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങൾ വീഡിയോയിൽ വന്ന് ഹോസ്റ്റ് ചെയ്യണമെന്നും കണ്ടിട്ടില്ല. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയും. വെറുതെ ചുമ്മാ ഒരു രസമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ 1 by 1 ആയിട്ട് കാണാം. സോ നമ്മൾ പരിപാടി പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡാണ് മെയിൻ. അത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, ഈ ഡെലിവറി ശരിക്കും ഞാനൊരു കാറ് ഡെലിവറി എടുത്ത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പോലത്തെ ഒരു ഫീലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന് ഉത്തരവില്ല. വി ആർ പ്ലാനിങ് ദിസ് ഓൾമോസ്റ്റ് 3 months, റൈറ്റ്? ചില ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ച ചില നിമിഷങ്ങൾ, നമ്മൾ ഒരുപാട് പിന്നാലെ ഓടി നേടിയെടുത്ത കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, പിന്നീട് ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വെക്കാൻ കഴിയുന്ന ചില മൊമെൻറ്റുകൾ, അത്തരത്തിലൊരു സ്വപ്ന സാക്ഷാത്കാര മൊമെൻറ്റ് നമ്മൾ ഇന്ന് ആഡ് ചെയ്യുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, I am Najib Rahman, your host of the day. Welcome to the unveil of Anas Rahman Edition 2. Yeah.
Q8 വീഡിയോ ചെയ്ത സമയത്ത് അനസിക്കാൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വണ്ടി ഏതാണ് എന്നുള്ളത്. അന്ന് അനസിക്ക പറഞ്ഞിരുന്നു അതൊരു ഡിഫൻഡർ ആയിരിക്കും എന്നുള്ളത്. ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ്, ആ ഡിഫൻഡർ ഇവിടെ ഉണ്ട്. കുറച്ച് ചെറിയ ചേഞ്ചസ് ഒക്കെ അനസിക്ക വരുത്തിയിട്ടുണ്ട്. അനസിക്ക ഇനി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ നേരത്തെ ചോദിച്ച പോലെ. അങ്ങനത്തെ ആൾക്കാരോട് അനസിക്കാക്ക് എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? എനിക്ക് നേരത്തെ പറഞ്ഞത് തന്നെ പറയാനുള്ളത്, നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നത്തിന് വേണ്ടി അതിൻ്റെ പിന്നാലെ ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ ഒരു ഡിഫൻഡർ എടുക്കാനുള്ള 2 കോടി ഉറുപ്പ്യ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഡിഫൻഡർ എടുക്കൽ നടക്കൂല. നമ്മൾ ആഗ്രഹം ആദ്യം സെറ്റ് ചെയ്യുക, അതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നു ചേർന്നോളും, എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഈ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഡിഫൻഡറിൽ കയറണം, ഡിഫൻഡർ വാങ്ങണം, മസ്താങ് വാങ്ങണം, വോൾവോ വാങ്ങണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ടാർഗറ്റ് സെറ്റ് ചെയ്യുക ഇന്ന് തന്നെ അല്ലേ, എന്നിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക, ഇത് വാങ്ങുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വളരെ വ്യത്യസ്തമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനത്തെ വീഡിയോ ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം കാരണം നമ്മൾ അനസിക്കാണ്. ശരിക്കും ഞാൻ ഈ വണ്ടി ഡെലിവറി എടുക്കുന്ന സമയത്ത് എനിക്ക് വരാനുള്ള കാര്യം ഇതെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫീലാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഒരുപാട് പ്ലാനുകളുണ്ട് തെറ്റ്, അതൊക്കെ വഴിയെ വരും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.